വണ്ടൂരിൽ തനിച്ചു താമസിക്കുന്ന വീട്ടമ്മയെ ആക്രമിച്ച് മുളകുപൊടി എറിഞ്ഞ് കവർച്ച നടത്തിയ സംഭവത്തിൽ 3 അംഗ മുഖംമൂടി സംഘം അറസ്റ്റിലായി. വണ്ടൂർ സ്വദേശികളും ബന്ധുക്കളുമാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 22-ാം തീയതിയാണ് ഇവർ വയോധികയെ ആക്രമിച്ച് 2 സ്വർണ്ണവളകൾ മുറിച്ചെടുത്ത് കടന്നുകളഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ, രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടക്കൽ. വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാമ്പറമ്പത്ത് 30 വയസ്സുള്ള നിധിൻ, സഹോദരൻ 28 വയസ്സുള്ള നിഖിൽ, ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ മുഖ്യ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറേമണ്ടാവിൽ 39 വയസ്സുള്ള ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ SHO സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം. അമ്പലപ്പടി ബൈപ്പാസ് സ്വദേശി പരേതനായി വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ 63 വയസ്സുള്ള K ചന്ദ്രമതിയെ ആക്രമിച്ച ശേഷം മുളകുപൊടി എറിഞ്ഞ് ആഭരണങ്ങൾ കവരുകയായിരുന്നു. മൂന്നംഗ സംഘവുമായുള്ള മൽപ്പിടുത്തത്തിലും വീഴ്ചയിലും ചന്ദ്രമതിക്ക് പരിക്കേൽക്കുകയും ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. SIമാരായ O വാസുദേവൻ, VK പ്രദീപ്, സീനിയർ CPOമാരായ മുഹമ്മദ് ഷിഫിൻ, റിയാസ്, മഹേഷ് CM, T സജീഷ്, സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, ആഷിഫ് അലി, ജിയോ ജേക്കബ്, K സജീഷ്, കൃഷ്ണദാസ്, സാബിർ അലി, CK സജേഷ്, T നിബിൻദാസ്, അഭിലാഷ് കൈപ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരള വിഷൻ, വണ്ടൂർ.